നടക്കുമല്ലോ. ഹലോ, റെഡി ആയല്ലേ സർ? ഞാൻ ബാങ്കിലേക്ക് വരാം. ഇല്ല ഫ്ലാറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇല്ല ഞാൻ വരാം സർ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ വർക്ക് ചേട്ടാ? പ്രശ്നം ഉണ്ടാക്കും. അഡ്മിറ്റ് ആക്കിയിട്ട് വന്നാ സാറേ, പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് പോണം. ഇപ്പൊ ശോഭ വിളിച്ചു പറഞ്ഞു എന്തോ ഡിലേ ഉണ്ട്. ഇതെന്താ? അതൊക്കെ റെഡി ആയിക്കോളും. അത് 3Bയിലെ വാടകക്കാരാ സാറേ. ഇതിപ്പോ 3ാമത്തെ വീട്ടുകാരെ ഒഴിഞ്ഞു പോകുന്നു. എല്ലാവർക്കും പേടിയാ സാറേ. പിന്നെ വേസ്റ്റ് വാട്ടറിന്റെ കാര്യത്തിൽ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ ആ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന പാർട്ടിനെ വിളിച്ചിട്ടൊന്ന് അത് ഞാൻ ചെയ്തോളാം സാറേ. ഗോപാലേട്ടാ, ഇതൊന്നേ മോളിൽ കൊടുത്തേക്കണേ. അയ്യോ അതെ, നീനമൂളും കുട്ടിയും വന്നിരുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. ഇത്തിരി കരിപ്പിലാന്ന് തോന്നണേ. ഞാൻ അവരെ വിളിക്കാനും മറന്നുപോയല്ലോ. എടോ, വനിത സുന്ദരയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക? അവർ മാപ്പൂർന്നില്ലേ പ്രശ്നം കൂട്ടോ. എന്റെ പൊന്ന് സാറേ, സാറ് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് എന്നാ എനിക്കിട്ടും കിട്ടും. വന്നേ. ആ ഒരു കസേര വേണമല്ലോ. ആരാ? വയ്യാത്ത ഒരാൾ കസേര വഹിക്കുമ്പോ തനിക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അയാളെ തല്ലി ശരിയായില്ല. അങ്ങനെ എന്റെ അനിയത്തിയോട് അമ്മാതിരി വർത്തമാനോ സാറേ പറഞ്ഞത്? എന്ന് വെച്ച് തല്ലാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അയാൾ മാപ്പ് പറയണം. ഞാൻ എന്തിനാ അതിന് മാപ്പ് പറയണ്ടേ? നിങ്ങൾ ഈ പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. നമ്മുടെ നല്ലതിന് പറയാം. മാപ്പ് ഞാൻ പറയാം. സാറിന്റെ സിനിമയല്ലേ, അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാവോ? സിനിമയിലെ റോളും മാപ്പും തമ്മിൽ നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊടുക്കുന്നത്? ഞാൻ അതിന് മാത്രം വലിയ എഴുത്തുകാരനൊന്നും ആയിട്ടില്ല. അത് സാറ് ചുമ്മാ പറയുന്ന. സാറ് നിരൂപിച്ചാല് എന്റെ അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ അത് സാർ ഇപ്പൊ പറയണം. എങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഷമീർ ആളെ കൂട്ടി മാപ്പ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അതൊന്ന് ശരി, മാപ്പ് പറയും. ഒരു റോള് ഞാൻ കൊടുക്കാം. ആ എന്നാ മാപ്പ് വാങ്ങാൻ വന്നാ നാറിയെ വിളി. മാപ്പ് പറയുന്ന വീഡിയോ എടുത്തു. മുഴുവനും കിട്ടണം കേട്ടോ. അങ്ങനെയാണ് തല്ലുന്നതിന്റെ വീഡിയോ എടുക്കണം. അയ്യ, അത് കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ആകാലോ. എന്ത് തല്ലുന്നതിന്റെ വീഡിയോയെ? എന്നാ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വേഷം കെട്ട് വർത്താനം പറയാതെ മര്യാദക്ക് മാപ്പ് പറയാൻ നോക്ക്. SI പറഞ്ഞിട്ടുണ്ടോ? സോറേ, ഇയാള് സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ എന്നാ പോയി കേസ് കൊടുക്കും ഞാൻ. ഒരു മിനിറ്റ്. നൈസായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. എന്താ സാറേ? അനീതിക്ക് നല്ല ഡയലോഗുള്ള റോള് വേണ്ട സിനിമയിൽ. നിനക്കതാണോ വേണ്ടേ? എങ്കിൽ അവിടെ നായികയോ? നായികയാകാനൊന്നും പറ്റില്ല. പവർഫുൾ ഡയലോഗുള്ള വേറെ റോള് കൊടുക്കാം. നിങ്ങളെ മാപ്പ് പറയും. പറ്റിക്കുവോ? ഇല്ല, പറ്റിക്കില്ല. മാപ്പ് പറയും. സാറ് പറഞ്ഞ വിശ്വാസമാണോ? ആ മാപ്പ്. ഇതാ മാപ്പ്. ഇങ്ങനെയാണോ മാപ്പ് പറയണത്? ആ ഇപ്പൊ തന്നതിന് മാപ്പ്. ഞങ്ങൾക്ക് എന്ത് മണ്ടന്മാരടാ. അപ്പളേ കൈ അടിച്ചേക്കണ്. 2-3 പ്രാവശ്യം പറയിപ്പിച്ചാണ് ഞാൻ. സാറേ, അനിയത്തിയുടെ കാര്യം മറക്കല്ലേ. ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് നമുക്കിനി പോവാം. ഇജാതി കച്ചറ പരിപാടികളാണോടോ തന്റെ അത്യാവശ്യം? അല്ല, തലയ്ക്ക് ബാലൻസ് കുറവ് എനിക്കാണോ അതോ തനിക്കോ? അല്ല, ഫ്രണ്ടിൽ ഇരിക്കാട്ടോ. നോ, ട്രാവൽ ചെയ്യുമ്പോൾ സേഫസ്റ്റ് പൊസിഷൻ ഇതാ. പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതിനല്ലേലും ഞാൻ തന്റെ ഭാര്യ കുഴപ്പമുണ്ടെന്നല്ല. പ്രിയ, ഈ ഫ്ലാറ്റ് പൊളിക്കാൻ പോകുന്നു പറഞ്ഞിട്ടു. ഈ മാസം ശമ്പളം കിട്ടിയതെങ്കിൽ ഞാനങ്ങോട്ട് വീട്ടിലേക്ക് പോയേനെ. ഈ ഫ്ലാറ്റ് പൊളിച്ച് പാവങ്ങളൊക്കെ പിരിവലിക്ക് ഇറങ്ങണാണ് എനിക്ക് വയ്യ. നിങ്ങൾ പറഞ്ഞത് വൈകുന്നേരം അച്ഛനും അമ്മയും വരും. ഓക്കെ ശരി, ഇനി അതിൻ്റെ കൂടി കുറവുള്ളൂ. വർക്കിച്ചേട്ടാ, വേഗം ഹോസ്പിറ്റലിൽ പോകാൻ മറക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം സാറേ. ആ എടോ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ. മനുഷ്യന് കുറച്ച് സമാധാനം തോ. മ്യൂസിക് ഇഷ്ടമല്ല അല്ലേ? എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. ഇനിയിപ്പോ തന്റെ ഇടയ്ക്കിടയ്ക്കൊന്നും വേണ്ട. ഞാനേ ഇപ്പൊ വരാം. ഒരു ചെറിയൊരു കാര്യമുണ്ട്. എടോ താൻ എന്നെ വീണ്ടും പോസ്റ്റ് ആക്കുവോ? ഇല്ല, വേഗം വരാം. AC ഓൺ ആണോ? യെസ്. അതെ അതെ ഇത് ആരോട് പാർക്ക് ചെയ്ത്? ആരോട് പാർക്ക് ചെയ്തെന്ന്? ഡ്രൈവർ. ഡ്രൈവറാ? അയാൾ എന്ത്? അയാള് ബാങ്കിൽ പോയി. അയാളുടെ ഫോൺ നമ്പർ തന്നെ? എനിക്ക് അയാളുടെ ഫോൺ നമ്പർ ഒന്നും അറിയില്ല. അയാളുടെ പേരെന്താണ്? എടോ പേരൊന്നും എനിക്ക് അറിയത്തില്ല. വണ്ടി എടുത്ത് മാറ്റോ? എടോ മാറ്റാന്ന് പ്ലീസ് മാഡം, അത് ബാങ്കിന്റെ വണ്ടിയാണ്, ഒന്ന് മാറ്റിട്ട് വരും പ്ലീസ്. ഞാനോ? ആ എനിക്ക് ഈ വണ്ടി മാറ്റിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വണ്ടി എടുത്ത് പോയനെ. താൻ കയറി ഇരുന്ന് മാറ്റിക്കോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഡ്രൈവിംഗ് അറിയാതെയാണോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്? അതിന് ഡ്രൈവിംഗ് അറിയണോ സെക്യൂരിറ്റി ആകാൻ? താൻ പോയി വിളിക്കുക, അയാളെ ബാങ്കിനകത്തുണ്ട്. മാറ്റാ. ഹലോ, KL 07BQ 1396 KL 07 സാർ മരെ KL 07BQ 1396. സാറേ സാറിൻ്റെ ആണോ ഒരു ഹോണ്ട സിറ്റി വണ്ടിയോട് പാർക്ക് ചെയ്തത്? അല്ലല്ലേ? ഓ ഹലോ, KL 07 1396. എന്ത് പരിപാടിയാണോ ഇത്? സാറേ വണ്ടി പറഞ്ഞ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവൻ താനവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനവിടെ പോയി ശരിയാക്കടോ അത്. എന്ത് കഷ്ടം. ബാങ്കിലോട്ട് വന്നവനല്ലേ? എടോ പെട്ടെന്ന് മാറ്റിയിടോ, അടുത്ത ബാങ്കിൽ പോകാനുള്ള സമയമില്ല. ആളില്ല. ഞാൻ ആരെങ്കിലും വിളിച്ച് മാറ്റി വിളിക്കാൻ. ഞങ്ങൾക്ക് അടുത്ത ബാങ്കിൽ പോകാനുള്ളതാണ്. എനിക്ക് മനസ്സിലായി. ഇവന്മാരെന്ത് കഷ്ടമാണ് കാണിക്കണത്. വല്ല മര്യാദ ഉണ്ട് ഇവന്മാർക്ക്. എന്താ പ്രശ്നം? എടോ ആരോടെങ്കിലും എടുത്ത് മാറ്റാൻ പറ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് സാറേ. ഒന്നും പറയണ്ട സാറേ, ഇത് ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, അവിടെ ഒന്നും പറ്റില്ല. അവൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് പോകണം. എന്തെങ്കിലും ചെയ്യണോ? എടോ ഞാൻ അകത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ല അയാള്. എന്ത് കഷ്ടമാണ് നോക്കിയേ. ഒരു മര്യാദ സാർ ആർക്കും വേണ്ടത്. ഓക്കെ സാർ. ഞാനെന്ത് ചെയ്യാനാണ്? തന്റെ പേരെന്താ? ഏതാ? തന്റെ പേരെന്താന്ന്? പ്രിയദർശൻ. തന്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞേക്ക്. അതെന്തിനാ? എന്നെ ഇനി ഇതുപോലെ വണ്ടിയിലിട്ടിട്ട് പോയ ആരെങ്കിലും വന്ന് പേര് ചോദിച്ചാലേ എനിക്കൊന്ന് പറയണ്ടേ? ഹോമിയോ ഡോക്ടറാണോ? അതെ. മാഡത്തിന്റെ പേരെന്താ? പ്രിസ്കില്ല. എന്താ? പ്രിസ്കില്ല തങ്കം. പ്രിസ്കില്ല തങ്കം. നല്ല പേര്, നല്ല പേര്.